Dear students, welcome back to Eduala 2.0. അപ്പോൾ എല്ലാ കുട്ടികൾക്കുള്ള പരാതിയാണ് മിസ് +2 കുട്ടികൾക്ക് മാത്രമാണ് വീഡിയോസ് ഇടുന്നുള്ളൂ, +1 സ്റ്റുഡൻസിന് ഇടുന്നില്ല. ഞങ്ങൾക്കും ഫൈനൽ എക്സാം ആണ്, ഞങ്ങൾക്കും ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല, ഞങ്ങൾക്കും പഠിക്കണം, ഞങ്ങൾക്കും സ്റ്റഡി പ്ലാൻ വേണം, ഞങ്ങൾക്കും അക്കൗണ്ടൻസി ടഫാണ്, ഞങ്ങൾക്കും അങ്ങനെ ഒരുപാട് മെസ്സേജസ് നമുക്ക് കിട്ടുന്നുണ്ട്. അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ +2 വീഡിയോസിൻ്റെ താഴെ മിസ്സിൻ്റെ കോൺടാക്ട് നമ്പറിലേക്ക് മെസ്സേജ് അയക്കും, വാട്സപ്പ് മെസ്സേജ്. +1 വീഡിയോ ചെയ്യുമോ, +1 അക്കൗണ്ടൻസി ചെയ്യുമോ, +1 ബിസിനസ് ചെയ്യുമോ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എല്ലാം ചോദിക്കാറുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ +1 വീഡിയോസും ഇനി അപ്ലോഡ് ചെയ്യുകയാണ് അലോങ് വിത്ത് +2. നമ്മളിനി ഡെയിലി +2 വീഡിയോസ് ഇടുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ +1 കാര്യം നമ്മൾ ശ്രദ്ധിക്കാൻ പോവാണ് കേട്ടോ. കാരണം നിങ്ങൾക്ക് എന്താണ് ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല. നിങ്ങളെ ആദ്യം തന്നെ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മിസ്സിൻ്റെ ഫസ്റ്റത്തെ ലക്ഷ്യം. കാരണം അതിനും വലിയൊരു റീസൺ ഉണ്ട്. +1 ഇപ്പോൾ കഴിഞ്ഞ +2 സ്റ്റുഡൻസിന് വരെ നമുക്ക് എന്തുണ്ടായിരുന്നു, ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിരുന്നു അല്ലേ. സത്യം പറഞ്ഞാൽ ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അത്ര നല്ല പരിപാടിയൊന്നും അല്ല. ഒരു രീതിയിൽ ചിന്തിച്ചാൽ നല്ലതാണ്. കാരണം ഒരു ചാൻസ് ആണ്, ലാസ്റ്റ് ചാൻസ് ആണ്. +1 ഒക്കെ ഉഴപ്പി നടന്ന് പഠിച്ച് പൊട്ടിയ സ്റ്റുഡൻസിനും ഡബിൾ പാസ് ഇല്ലാത്തവർക്കൊക്കെ ഒരു ചാൻസും കൂടി കിട്ടിയാൽ ചിലപ്പോൾ അവർ അതിൽ നന്നായി പഠിക്കും. പക്ഷേ വേറെ സെൻസിൽ നോക്കുമ്പോൾ ഒരു കൊല്ലം മുഴുവൻ പഠിക്കാത്തത് നിങ്ങൾ 1-2 മാസം കൊണ്ട് എങ്ങനെ പഠിക്കും, അതും ആലോചിക്കുമ്പോൾ ഒരു ശരിയാണ്. പക്ഷേ +2 കാർക്കോട് കൂടി നമ്മൾ കൊല്ലത്തെ +2കാരോട് കൂടി ഇമ്പ്രൂവ്മെൻ്റ് അവിടെ നിർത്തി വെച്ചു. നമ്മൾ ഇനി ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മളെ +2 പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് +1 എഴുതണം. അപ്പോൾ മാർച്ചിൽ നിങ്ങൾ +1ഉം +2 ഒരുമിച്ച് എഴുതി നിന്നാൽ നിങ്ങൾ എത്ര പഠിക്കാനുണ്ടാവും. അതുകൊണ്ട് +1 സ്റ്റുഡൻസ് എന്ത് ചെയ്യുക, നല്ല പോലെ ഹാർഡ് വർക്ക്. നിങ്ങൾ 100% എനിക്ക് പറയാനുള്ളത് +2കാരേക്കാൾ കൂടുതൽ ഈ വർഷം പഠിക്കേണ്ടത് നിങ്ങൾ +1 സ്റ്റുഡൻസ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല. നിങ്ങൾ നിങ്ങളുടെ കംപ്ലീറ്റ് എഫേർട്ട് പുട്ട് ഇൻ ടു യുവർ എക്സാം എങ്കിൽ മാത്രമേ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ +1 അക്കൗണ്ടൻസിയിലെ നിങ്ങൾക്ക് വേണ്ട ഒരു 23 ക്വസ്റ്റ്യൻസ് ആണ് മിസ് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ 23 ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നല്ല പോലെ പഠിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. ഇൻക്ലൂഡിങ് പ്രോബ്ലംസ്, തിയറീസ്, 2 മാർക്സ്, 4 മാർക്സ് ആൻഡ് 8 മാർക്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓർഡർ വൈസിലാണ് വീഡിയോ. ഓർഡർ വൈസ് എന്ന് പറയുമ്പോൾ ചാപ്റ്ററിൻ്റെ ഓർഡർ വൈസ് ആണ് മിസ് വീഡിയോ എടുത്തിരിക്കുന്നത്. ഓരോ ചാപ്റ്ററും ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് എന്താണ് മിസ് എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ കൗണ്ടിങ് എന്താണ്, ഒബ്ജക്റ്റീവ്സ് എന്താണ്, 4 മാർക്കിന് ചോദിക്കാറുണ്ട്. സോ പഠിക്കുക. പ്രിൻസിപ്പിൾസ് ആൻഡ് അസംഷൻസ് സെക്കൻഡ് ചാപ്റ്റർ ആണ്. ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടത് കുറച്ച് അസംഷൻസും പ്രിൻസിപ്പിൾസ് ആണ്. അതിൽ മെയിനായിട്ട് നമുക്ക് എക്സാമിന് കുറേ ക്വസ്റ്റ്യൻ പേപ്പർ റിപ്പീറ്റഡ് ആയി ചോദിച്ച് കണ്ടിരിക്കുന്നതാണ് മണി മെഷർമെൻറ്റ്, കൺസിസ്റ്റൻസി, റവന്യൂ റെക്കഗ്നിഷൻ, ഡ്യുവാലിറ്റി, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. അപ്പോൾ ഇതിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 3 മാർക്സിനൊക്കെ ഒരു 4 സെൻറ്റൻസോളം വെച്ച് പഠിക്കുക. ദെൻ സോഴ്സ് ഡോക്യുമെൻ്റ് എന്താണ്, എക്സാമ്പിൾസ് ചോദിക്കും. അതായത് നമ്മൾ ഇൻവോയ്സ്, വൗച്ചർ നമുക്ക് 2 മാർക്സിനാണ് ചോദിക്കുക. ഇത് അക്കോർഡിംഗ് ടു എന്താ പറയുക ക്വസ്റ്റ്യൻ ടൈപ്പ് 2 മാർക്സ് 3 മാർക്സ് ഒക്കെ ആയിട്ട് നമുക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. Then journal entries of about 20 questions, 20 translations നിങ്ങൾ ജേർണലൈസ് ചെയ്യാനായിട്ട് പഠിക്കണം. 20 ട്രാൻസ്ലേഷൻസ് അത് നമുക്ക് 5 മാർക്കിനും 8 മാർക്കിനും ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഡബിൾ കോളം പ്രിപ്പയർ ചെയ്യാൻ പഠിക്കണം, 8 മാർക്കിലേക്ക് പോകും. പെട്ടി ക്യാഷ് ബുക്ക് 5 മാർക്കിനും 8 മാർക്കിനും ചോദിക്കാറുണ്ട്. പർച്ചേസസ് ഡേ ബുക്ക് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഡെഫിനറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതൊക്കെ ഡെഫിനറ്റ് ആണ്. നിങ്ങൾ ക്രിസ്മസ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ പോലും ഇതൊക്കെ അതിലുണ്ട്. ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ ജേർണലും ലെഡ്ജറും എഗെയിൻ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ദെൻ അസറ്റ് ഇക്വേഷൻ പ്രോബ്ലം 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. BRSൻ്റെ പ്രോബ്ലം, ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് 4 മാർക്കിന് 5 മാർക്ക്. ഇതിൽ 4, 5, 4, 5 നിന്ന് വെച്ചാൽ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സ്റ്റുഡൻസിന് 4 മാർക്കിനും അക്കൗണ്ടൻസി വിത്ത് ഫിനാൻഷ്യൽ അനാലിസിസ് അതായത് AFS കുട്ടികൾക്ക് ചിലപ്പോൾ 5 മാർക്കിനൊക്കെയാണ് ചോദ്യം പോവുക. നിങ്ങളോട് 4 മാർക്കിന് ചോദിച്ചത് AFSകാർക്ക് 5 മാർക്കിന് പോകും. ആ ഒരു ഡിഫറൻസ് ആണ് ഇവിടെ ഉള്ളൂ, അല്ലാതെ വേറെ ഡിഫറൻസസ് ഒന്നും ഇവിടെ ഇല്ല. പിന്നീട് നിങ്ങൾ കോസസ് ഓഫ് BRS ഇത് നമുക്ക് തിയറി ക്വസ്റ്റ്യൻ ആണ്, 4 മാർക്കാണ്, തിയറി പ്രോബ്ലം ആണ്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കേണ്ടി വരുന്നത്. ദെൻ ട്രയൽ ബാലൻസിന്റെ പ്രോബ്ലം 4 മാർക്ക്, എറേഴ്സിന്റെ ടൈപ്സ് 4 മാർക്ക്, റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് 5 മാർക്ക്,
ഡിപ്രീസിയേഷൻ്റെ സെയിൽ ഓഫ് ആൻ അസറ്റിൻ്റെ ഒരു പ്രോബ്ലം വരും, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. മിഷനറി അക്കൗണ്ടോ അസറ്റ് അക്കൗണ്ടോ പ്രിപ്പയർ ചെയ്യാമെന്നാണ് നമ്മളോട് ചോദിക്കാറ്. ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് ആൻഡ് റിട്ടേൺ ഓൺ വാല്യൂ മെത്തേഡ്, ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൊവിഷൻ ആൻഡ് റിസർവ്. ഇത് രണ്ടും 4 മാർക്കിനാണ് ചോദിക്കുക. 3 ഡിഫറൻസസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ജേർണലും ലെഡ്ജറും തമ്മിലുള്ള ഡിഫറൻസ്, സ്ട്രേറ്റ് ലൈൻ മെത്തേഡും റിട്ടേൺ ഓൺ വാല്യൂം തമ്മിലുള്ള ഡിഫറൻസ്, പ്രൊവിഷനും റിസർവും തമ്മിലുള്ള ഡിഫറൻസ്. ദെൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രോബ്ലം വിത്ത് 8 അഡ്ജസ്റ്റ്മെൻറ്റ്സ്, ഒരു 8 അഡ്ജസ്റ്റ്മെൻറ്റ് വെച്ചിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, 8 മാർക്കിൻ്റെ എസ് എ ക്വസ്റ്റ്യൻ ആണ്. ഈ പാഠത്തിൽ നിന്ന് തന്നെ ഗ്രോസ് പ്രോഫിറ്റ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക വിത്ത് ഇക്വേഷൻ വെച്ചിട്ട് 4 മാർക്കിൻ്റെ പ്രോബ്ലം ആണ്. അതായത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കുക, ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോർഷൻ. ഇത് ട്രേഡിംഗ് അക്കൗണ്ട് വെച്ചിട്ടല്ല, ഇക്വേഷൻ വെച്ചിട്ടാണ്. ദെൻ ഇതിൽ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ നമ്മളോട് ഒരു ചോദ്യം ചോദിക്കാറുണ്ട്, ദാറ്റ് ഈസ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ബാഡ് ഡെപ്റ്റും പ്രൊവിഷനും വെച്ചിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലം. എങ്ങനെയാണ്, ഹൗ ദിസ് വിൽ ബി ട്രീറ്റഡ് ഇൻ P&L അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞിട്ട് ബാഡ് ഡെപ്റ്റ് തരും, ഫർദർ ബാഡ് ഡെപ്റ്റ് തരും, പ്രൊവിഷൻ തരും, ന്യൂ പ്രൊവിഷൻ തരും. എന്നിട്ട് നമ്മളോട് എന്ത് പറയും, നമ്മളോട് ഇതെങ്ങനെയാണ് P&Lലും ബാലൻസ് ഷീറ്റിലും നമുക്ക് ട്രീറ്റ് ചെയ്യുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പം നമ്മൾ ആ 2 ഐറ്റംസ് വെച്ച് മാത്രം നമ്മളൊരു 3-4 ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചിരിക്കണം, നമ്മൾ പ്രോബ്ലം ചെയ്യൂ കേട്ടോ. ദെൻ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ജേർണൽ എൻട്രീസ്. എന്തിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ്? നമ്മൾ പറഞ്ഞു നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് പഠിക്കുമ്പോൾ ഒരു ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്, പ്രീപെയ്ഡ് ഉണ്ട്, ഡിപ്രീസിയേഷൻ ഉണ്ട്, ദെൻ അക്രൂഡ് ഇൻട്രസ്റ്റ് ഉണ്ട്. അങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ജേർണൽ എൻട്രീസ് നമുക്ക് 4 മാർക്കിന് 4 എണ്ണമൊക്കെ ചോദിക്കും. ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റ് 1000 rupees. എന്താണ് അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ്? എന്താണ് റെൻറ്റ് അക്കൗണ്ട് അറ്റ് ടു ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റ്? അതേപോലെ പ്രീപെയ്ഡ് ഇൻഷുറൻസ് അക്കൗണ്ട് അറ്റ് ടു ഇൻഷുറൻസ്. അങ്ങനെയുള്ള ജേർണൽ എൻട്രീസ് ചോദിക്കാറുണ്ട്. ഹൂ ആർ ദ യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ്? ആരൊക്കെയാണ് അക്കൗണ്ടിങ് യൂസ് ചെയ്യുക? ഇൻറ്റേർണൽ യൂസേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ എക്സ്റ്റേണൽ യൂസേഴ്സ് ഉണ്ട്. നമുക്കൊരു 2 മാർക്കിന് തരും. അല്ലെങ്കിൽ കുറേ യൂസേഴ്സിന് തന്നിട്ട് നമ്മളോട് കാറ്റഗറൈസ് ചെയ്യാൻ പറയും, ഇൻറ്റേർണൽ ഏതാണ്, എക്സ്റ്റേണൽ യൂസേഴ്സ് ഏതാണ്. അപ്പോൾ ഇൻറ്റേർണലി എന്ന് വെച്ചാൽ വിത്തിൻ ദ ഫേം ആണ്, മാനേജ്മെൻറ്റ്, ഓണേഴ്സ്, എംപ്ലോയീസ് ഒക്കെ വരും. എക്സ്റ്റേണൽ എന്ന് വെച്ചാൽ കസ്റ്റമേഴ്സ്, ബയ്യേഴ്സ്, സെല്ലേഴ്സ്, മാർക്കറ്റേഴ്സ്, റിസർച്ചേഴ്സ്, ഗവൺമെൻറ്, അവരൊക്കെയാണ് എക്സ്റ്റേണൽ യൂസേഴ്സ്. ദെൻ അസറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ, ഫിക്സ്ഡ് അസറ്റ്, കറണ്ട് അസറ്റ്, ടാഞ്ചിബിൾ അസറ്റ്, ഇൻടാഞ്ചിബിൾ അസറ്റ്, വേസ്റ്റിംഗ് അസറ്റ്, പ്രിലിമിനറി എക്സ്പെൻസസ് ഒക്കെ നമുക്ക് ഇതുപോലെ ഫിക്റ്റീഷ്യസ് അസറ്റിൽ പെട്ടതാണ്. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് കുറേ കാറ്റഗറീസ് ഓഫ് അസറ്റ്സ് തന്നിട്ട് അതിൽ നിന്ന് നിങ്ങളോട് കാറ്റഗറൈസ് ചെയ്യാനായിരിക്കും ചോദിക്കുക. അല്ലെങ്കിൽ ക്യാൻ യു എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അസറ്റ് ക്ലാസിഫിക്കേഷൻ ആയിരിക്കും ചോദിക്കുക 4 മാർക്കിന്. ഇത് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാനാണെങ്കിൽ 2 മാർക്കിനും അല്ലെങ്കിൽ 4 മാർക്കിനാണ് ചോദിക്കുക. പിന്നെ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന പാഠം നമുക്കില്ല, ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സിൻ്റെ പാഠം നമുക്കില്ല, ദെൻ കമ്പ്യൂട്ടറൈസ്ഡ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ചാപ്റ്റർ നമുക്കില്ല. അപ്പോൾ ഇതിൽ നമുക്ക് അത്യാവശ്യം നല്ല നിങ്ങൾക്ക് A+ കിട്ടാനുള്ളതൊക്കെ നമ്മുടെ ഗവൺമെൻറ്റും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് NCERT ചെയ്ത് തന്നിട്ടുണ്ട്. കാരണം അക്കൗണ്ടൻസിലെ മെയിൻ പോർഷൻസൊക്കെ അവർ സ്കിപ്പ് ചെയ്ത് തന്നിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ കാര്യം. A+ കിട്ടേണ്ടതായിട്ടുള്ള എല്ലാ ഭാഗങ്ങളും നമുക്ക് കവർ ചെയ്ത് പോയാൽ മതി. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കുക. ഈ ഒരു 23 ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ A+ ഉറപ്പാണ്, ദാറ്റ് ഐ ഷുവർ. കാരണം ഇതൊക്കെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് കാണാറുള്ളത്. അപ്പോൾ ഒന്നും പഠിക്കാത്തവരുണ്ട് എങ്കിൽ +1ൻ്റെ വാല്യൂ അറിയാത്തവർ, കാരണം ഇമ്പ്രൂവ്മെൻറ്റ് ഇല്ല എന്നുള്ളതാണ് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലുത്. പിന്നെ നിങ്ങൾ എങ്ങനെയൊക്കെ ഉഴപ്പി നടന്ന് ജസ്റ്റ് പാസ്സായിട്ടുള്ളെങ്കിലും നിങ്ങൾ +2 കിടന്ന് നീന്തേണ്ടി വരും. +2 പോകുന്നേക്കാൾ മുമ്പ് തന്നെ +1 നിങ്ങളൊരു 50 മാർക്സൊക്കെ എല്ലാത്തിലും മാർക്ക് വാങ്ങുക. 50 മാർക്ക് എഴുത്ത് പരീക്ഷയിൽ വിത്തൗട്ട് ഇൻക്ലൂഡിങ് സി മാർക്സ് ഇൻക്ലൂഡ് ചെയ്യാതെ 80-ൽ 50 വാങ്ങുക, ഒരു 60-ൽ ഒരു 30-40 ഒക്കെ വാങ്ങുക. കാരണം അങ്ങനെ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും സുഖമാണ് +2 എന്ന് പറയുമ്പോൾ. അപ്പോൾ അത് വാങ്ങാനാണ് നിങ്ങളുടെ ശ്രമം. നിങ്ങൾ ഇനി ഓരോ സെക്ഷനും പഠിക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ അതാണ് വേണ്ടത്, ഡബിൾ പാസ് വാങ്ങാം, എനിക്ക് +2 സേഫ് ആക്കി വെക്കണം, +2 നല്ല നോർമലായി പഠിക്കണം, അല്ലെങ്കിൽ ടെൻഷൻ അടിച്ച് പഠിക്കരുത്. അതിന് നിങ്ങൾക്ക് ഇപ്പം നല്ല വഴി എന്ന് പറയുന്നത് +1 നല്ല ടെൻഷൻ അടിച്ച് പഠിച്ചോ. അപ്പോൾ നിങ്ങൾക്ക് +2 നോർമലായിട്ട് ഒരു സ്മൂത്തായിട്ട് പോവാം. സോ എല്ലാ സ്റ്റുഡൻസ്
സ്റ്റുഡൻസും വൈകാതെ തന്നെ പഠിക്കാനായിട്ട് തുടങ്ങാം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എങ്കിൽ, +1 സ്റ്റുഡൻസൊക്കെ ചിലപ്പോൾ ഇപ്പോഴേ അറിഞ്ഞിട്ട് വരുന്നുണ്ടാവുള്ളൂ, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. നമ്മൾ കൊമേഴ്സുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് വീഡിയോസാണ് ഇടുക. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് +1 ഇക്കണോമിക്സ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എല്ലാ വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ വൈകാതെ തന്നെ നിങ്ങൾ എല്ലാതും പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ലിസണിങ്. താങ്ക് യു.